ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂരുള്ള ഈശ ആദിയോഗിയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. എൻ്റെ ഒരുപാട് കാലത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണം എന്നുള്ളത്. ഞങ്ങൾ അമ്മ ലുലുമാളിക്ക് പോയ വഴി കൂടെ തന്നെയാണ് കോയമ്പത്തൂർക്ക് പോകുന്നത്. ദേവപ്രസാദ് ഞങ്ങളുടെ ഫാമിലിയും ചേച്ചിയുടെ ഫാമിലിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. Few minutes later. പാലക്കാട് ഒരു കൂട്ടം കൂടാതെ എന്ത് പരിപാടിയാണ് പാലക്കാട്? നമ്മളെ പോത്ത് കുട്ടികളുണ്ട് പാലക്കാട്. നിങ്ങളുടെ വിരുന്ന് കഴിഞ്ഞ അവിടുത്തെ കോയമ്പത്തൂരത്തെ കോയമ്പത്തൂർക്കിലൊക്കെ വിരുന്ന് പോകലേ രാത്രി ഞങ്ങള് വിരുന്ന് അവർ നമ്മളെ കൂപ്പിടലേ അതെ നമ്മ പോലെ. ഇതാണ് പാലക്കാട് ടോൾ പ്ലാസ. ഇപ്പോൾ തന്നെ തമിഴ്നാട് വന്നിരിക്കാങ്ക കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ കേരളത്തിലെ എല്ലാ റോഡും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു റോഡിൽ കൂടെ മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട്ടിലെ റോഡ് നിങ്ങൾ കാണും. എന്താ റോഡ്, എന്ത് ഭംഗിയാണ് റോഡ് കാണാൻ. വിവരമില്ലാത്തത് കൊണ്ടാണോ അതോ വിവരം കൂടിയിട്ടാണോ? നമ്മൾ തമിഴ്നാടിന്റെ മണ്ണിലൂടെ യാത്ര തിരിച്ചു. തമിഴ്നാടിന്റെ ടാറിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാടൻ സുന്ദരികളെ കാണുവാനായി. ഇതാ തമിഴ്നാടൻ സുന്ദരികൾ, തമിഴ്നാടൻ പട്ടികൾ. അങ്ങനെ ഞങ്ങൾ കേരളം കഴിഞ്ഞ് തമിഴ്നാട് എത്തി. കോയമ്പത്തൂർ ഈശയുടെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. സന്ധ്യ നേരമാണ് ഏകദേശം സമയം. ഈശയുടെ കോമ്പൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ഒരു വൈബ് നമുക്ക് കിട്ടി. ഭയങ്കര ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് കേട്ടോ. ആദിയോഗിയിലെ ലൈറ്റ് ഷോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കാണാനാണ് എല്ലാവരും അവിടെ മെയിനായിട്ട് പോകുന്നത്. നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് പോയത്, പക്ഷേ എന്നാലും നല്ല തിരക്കായിരുന്നു. ഞാൻ ഈ ആദിയോഗി ഈശ്വരനെ പറ്റി എനിക്ക് അറിയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ പറയാം കേട്ടോ. ആദിയോഗി ദി സോഴ്സ് ഓഫ് യോഗ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അവിടെ ഒരു വലിയ യോഗ സെൻ്ററൊക്കെ ഉണ്ട്. ഒരു റൗണ്ട് ഫുട്ബോൾ കളിച്ചാലും ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലേ? സദ്ഗുരു എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് അറിയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് അവിടെ യോഗ സെൻ്ററൊക്കെ നടത്തി പോരുന്നത്. ഇവിടെയുള്ള ശിവൻ്റെ ഈ ഒരു സ്കൾപ്ചർ ഗിന്നസ് റെക്കോർഡിലൊക്കെ വന്നിട്ടുള്ളതാണ്. വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുണ്ട്. ദി വേൾഡ്സ് ലാർജസ്റ്റ് ബെസ്റ്റ് സ്കൾപ്ചർ എന്നാണ് അതറിയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവൻ്റെ ഫേസ്, അതുപോലെ ഷോൾഡർ, തല ഉൾപ്പെടുന്ന മൊത്തം ഏരിയ, അതുപോലെ തന്നെ ചെസ്റ്റ്, ഇങ്ങനെ കുറച്ച് ഏരിയാസ് മാത്രമുള്ള അത്രയും ഉള്ളത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സ്കൾപ്ചറാണ്. 112 അടിയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഒരുപാട് വിശ്വാസികൾ ആ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ശിവൻ്റെ ഈ ഒരു സ്കൾപ്ചർ കാണുമ്പോൾ ഒരു പ്രത്യേകത എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ശിവൻ ഒന്ന് സ്മൈൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും.
who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some moment, he danced wildly. They call him a yogi, as he was the first one, the Adi Yogi. മുഴുവൻ വീഡിയോ ലൈറ്റ് ഷോയുടെ നമ്മൾ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് എല്ലാവരും നേരിട്ട് പോയി തന്നെ കാണണം ശരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇപ്പം ഇങ്ങനെ ഒരു പ്ലേസ് ഇപ്പോൾ ഇങ്ങനെ ലൈറ്റ് സെറ്റപ്പൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കൊരു എൻട്രി ഫീസൊക്കെ വെക്കാവുന്നതാണല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ വളരെ വൃത്തിയുള്ള ഒരു പ്ലേസാണ്. അവിടെ എപ്പോഴും ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. റെസ്റ്റ് റൂം ആണെങ്കിലും അവിടുത്തെ ഏരിയ എല്ലാം വളരെ ക്ലീനാണ്. പ്രാർത്ഥിച്ചൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. அண்ணா நீங்கள் எந்த ஊர்? കേരള. കേരള. கேரளாலேருந்து வந்திருக்கீங்களோ? எந்த ஊர்? கேரளாவில் எங்கே ஊர்? പട്ടാമ്പി. பட்டாம்பியா? പാലക്കാട്. நான் ஒரு ஸ்ட்ரீட் ஃபோட்டோகிராஃபர். கொஞ்சம் ஃபோட்டோ எடுக்கட்டுமா? എങ്ങനെയുണ്ടായിരുന്നു ഈശ്വല ഷോ? ബ്യൂട്ടിഫുൾ. ഗുഡ്. പറയാൻ പറ്റില്ല. അങ്ങനെ ഏഷ്യയിൽ പോയി മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വിശപ്പ് മാത്രമായിരുന്നു. നൂർജഹാൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രി ചേച്ചിയുടെ വീട്ടിൽ ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ബിരിയാണിനോടൊരു കഴിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ചേഞ്ചിന് പൊറോട്ടയാക്കി. പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും ഒക്കെ മേടിച്ച് നല്ല ഒരു ഫുഡ് ഭയങ്കരമായി തകൃതിയായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് അന്തം വിട്ട് ഉറങ്ങുകയാണ് ഈ രണ്ടു പേർ. എൻ്റെ സ്പൾബർ ഇവിടെ ഉണർന്നിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഉറങ്ങുകയാണ്. ശാന്തനല്ല, കോർക്കാൻ വലിക്കുന്നു. യാത്ര പൊറോട്ട ഏറ്റുവിട്ടപ്പോൾ എൻ്റെ ബോധം പോയി. കാറിൽ ഞാൻ മയങ്ങിക്കിടന്നു. അങ്ങനെ രസകരമായ അടുത്തൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.